യേശു ക്രൂശിൽ എനിക്കു വേണ്ടി മരിച്ചതിനാ, തന്റെ രക്തം എന്റെ പേർക്കായി ചൊരിഞ്ഞതിനാ. യേശു ക്രൂശിൽ എനിക്കു വേണ്ടി മരിച്ചതിനാ, തന്റെ രക്തം എന്റെ പേർക്കായി ചൊരിഞ്ഞതിനാ. സുഭാഷിതം സദൃശവാക്യങ്ങൾ 8-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം. കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കുകയില്ല. ജ്ഞാനിയുടെ ഹൃദയം കാലത്തെയും ന്യായത്തെയും വിവേചിക്കുന്നു. He who keeps his command will experience nothing harmful, and a wise man's heart discerns both time and judgment. ജ്ഞാനിയായ മനുഷ്യൻ രാജാവിന്റെ കൽപ്പന പ്രമാണിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2-ാം വാക്യം വായിക്കുന്നത്, ദൈവസന്നിധിയിൽ ചെയ്ത സത്യം ഓർത്തിട്ട് രാജാവിന്റെ കൽപ്പന പ്രമാണിച്ചു കൊള്ളണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. ജ്ഞാനിയായ മനുഷ്യൻ ദൈവഭക്തനാകുന്നു. കർത്താവിനോടുള്ള ഭക്തിയാണ് ജ്ഞാനമെന്ന് ഇയ്യോബ് പറഞ്ഞിരിക്കുന്നു. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു എന്ന് ശലോമോനും പറഞ്ഞിട്ടുണ്ട്. 8-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ ജ്ഞാനിക്ക് തുല്യനായിട്ട് ആരുള്ളൂ എന്നുള്ള ചോദ്യവുമായിട്ടാണ്. ജ്ഞാനമോ ജ്ഞാനിയുടെ ജീവനെ പാലിക്കുന്നു, ഇതത്രേ പരിജ്ഞാനത്തിന്റെ വിശേഷത എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ജ്ഞാനിയായ മനുഷ്യൻ കൽപ്പനകൾ പ്രമാണിക്കുന്നതുകൊണ്ട് അവനൊരു ദോഷവും ഉണ്ടാകാറില്ല. ശരിയായ സമയവും നടപടിക്രമവും അറിഞ്ഞുകൊണ്ട് ജ്ഞാനമുള്ള ഹൃദയം രാജകൽപ്പന പാലിക്കുന്നു. കൽപ്പനകൾ എപ്പോൾ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് അറിയുന്നതാണ് അനുസരണത്തിന്റെ ഭാവം. ശരിയായ സമയവും ശരിയായ പ്രവർത്തനവും അറിയുന്നത് ഒരു വ്യക്തിക്ക് ജ്ഞാനമുള്ള ഹൃദയമുണ്ട് എന്നതിന്റെ തെളിവാണ്. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് അത്രയും നടപ്പാൻ നോക്കുവീൻ. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളുവീൻ. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവീനെന്ന് ലോക ജനതയോട് പൗലോസ് പറഞ്ഞിരിക്കുന്നു. ജ്ഞാനികളായി നടപ്പാനും കൽപ്പനകൾ പ്രമാണിക്കുവാനും നാം സമയം തക്കത്തിൽ ഉപയോഗിക്കണമെന്നർത്ഥം. ഇപ്പോളാകുന്നു സുപ്രസാദകാലം, ഇപ്പോളാകുന്നു രക്ഷാ ദിവസം. എല്ലാ മനുഷ്യരും രക്ഷ പ്രാപിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ കൽപ്പന. ആദിമ മനുഷ്യൻ പാപം ചെയ്തതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ പ്രവേശിച്ചു. പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നു. ഈ പാപത്തിൽ നിന്നാണ് നമുക്ക് രക്ഷ പ്രാപിക്കേണ്ടത്. കൽപ്പന അനുസരിക്കുന്നവന് ദോഷം സംഭവിക്കാതെ അവൻ രക്ഷ പ്രാപിക്കേണ്ടതിന് ദൈവം ഒരു മാർഗവും കരുതി വെച്ചു. അത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിക്കുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്ത തന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയും എന്നുള്ളതാണ്. നമ്മുടെ ശാരീരിക മരണത്തോടൊപ്പം ആത്മാവ് മരിക്കുന്നില്ല. ആ ആത്മാവ് ഒന്നുകിൽ രക്ഷ പ്രാപിക്കണം, അല്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കുമെന്ന് വേദപുസ്തകം വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു. ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുവാനാണ് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കേണ്ടത്. അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു. ഈ രക്ഷാ സന്ദേശം അധിക നാൾ നീണ്ടു നിൽക്കുകയില്ല. ജ്ഞാനിയുടെ ഹൃദയം കാലത്തെയും ന്യായത്തെയും വിവേചിക്കുന്നു. കൽപ്പന പ്രമാണിക്കുന്നവന് ഒരു ദോഷവും സംഭവിക്കുകയില്ല. നിശ്ചയമായും രക്ഷ പ്രാപിച്ച് നിത്യജീവനിലേക്ക് കടക്കുവാൻ അതിടയാകും. പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, അവിടുന്ന് മനുഷ്യന് നൽകിയിരിക്കുന്ന കൽപ്പനകൾ പ്രമാണിച്ച് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് നിത്യജീവൻ പ്രാപിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ. യേശു ക്രൂശിൽ എനിക്കു വേണ്ടി മരിച്ചതിനാ, തന്റെ രക്തം എന്റെ പേർക്കായി ചൊരിഞ്ഞതിനാ. വീണ്ടെടുപ്പുണ്ട്, വിമോചനമുണ്ട്, അടിപ്പി